പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. ഞാനപ്പോൾ എൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് ഞാൻ ആദ്യം അത് മീശ വെച്ചിരുന്നത്, എന്തുകൊണ്ടാണ് മീശ ഇല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന ഉത്തരവാദം മീശ വെച്ച അപ്പോൾ തന്നെ ഇന്ത്യക്കാരനാണെന്ന് മനസ്സിലാവും. ബൈജു നായർ എല്ലാവർക്കും അറിയാതെ തോന്നുന്നു. വണ്ടിൻ്റെ റിവ്യൂ, വാഹനത്തിൻ്റെ വീഡിയോ ഇതൊക്കെ ചെയ്യുന്ന ആളാണ്. ഇയാൾ പുറത്ത് രാജ്യത്തേക്ക് പോകുമ്പോൾ മീശ വെക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഇന്ത്യക്കാരായിട്ട് തോന്നും. അത് പറയാൻ സാഹചര്യം എന്തുകൊണ്ടുണ്ടായി? ഇന്ത്യക്കാർക്ക് യാതൊരു വിലയില്ല. കാരണം ഇന്ത്യക്കാരെ അവർ കാണുന്നത് ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്നവരും ഏറ്റവും കൂടുതൽ വൃത്തിയില്ലാത്തവരും ഒക്കെ ആയിട്ടാണ്. നമ്മളിപ്പോൾ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ മൂന്നാറിലേക്ക് നമ്മൾ പോകും. തായ്ലൻഡുകാർ നമ്മളെ കാണുന്നത് ബഹളം ഉണ്ടാക്കുന്നവരും വൃത്തിയില്ലാത്തവരുമായിട്ട് കാണുന്നത്. അത് ബൈജു നായരെ കാണുന്നു അല്ല പറയുന്നത്, തായ്ലൻഡുകാർ നമ്മളെ കാണുന്നു ആണ് പറയുന്നത്. എല്ലാ ഇന്ത്യക്കാരും പറയുന്നത് എനിക്ക് യോജിപ്പില്ല. ഈ പറയുന്ന ബൈജു നായർ ഇന്ത്യക്കാരാണ്. നമ്മുടെ നാട്ടിലത്തെ കാര്യം തന്നെ ഇയാൾ കുറച്ച് പറയുന്നുണ്ട്, നമുക്ക് കേൾക്കാം. നമ്മളിപ്പോൾ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ മൂന്നാറിലേക്ക് നമ്മൾ പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ 4 കുപ്പിയും വാങ്ങിച്ച് പിന്നെ ബഹളമാണ് നമ്മുടെ അല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. അപ്പോൾ ചുറ്റുപാടുമുള്ളവർ അതെങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മൾ നോക്കില്ല, നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. ഈ തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളൊന്നും ഒരിക്കലും ഒരു മനുഷ്യൻ ഉറക്കെ പോലും സംസാരിക്കില്ല. അത് ശ്രദ്ധിച്ചറിയാം. അവരൊക്കെ വളരെ വളരെ ചെറിയ ശബ്ദത്തിൽ പോലെ സംസാരിക്കുകയുള്ളൂ. നമ്മൾ അങ്ങനെ ഒന്നും നോക്കാതെ അവിടെ ചെന്ന് വലിയ ഒച്ചത്തിൽ സംസാരിക്കുക, വില പേശുക. പിന്നെ ഇപ്പോൾ ഞാൻ ഏറ്റവും അവസാനം പോയപ്പോഴത്തേക്കും ഞാൻ താമസിച്ച ഹോട്ടലിൽ അയാൾ പറഞ്ഞു ഇന്ത്യക്കാർക്ക് ഇപ്പോൾ സ്വിമ്മിംഗ് പൂൾ കൊടുക്കുന്നില്ല എന്ന്. കാരണം അതുപോലെ വൃത്തികേടാക്കിയിട്ടാണ് പോകും. ഓരോ രാജ്യത്ത് അതിൻ്റെതായ കൾച്ചർ ഉണ്ടാവും. ഇന്ത്യക്കാർക്ക് ചിലപ്പോൾ ഉറക്കെ സംസാരിക്കാനാവും ഇഷ്ടം, തായ്ലൻഡുകാർക്ക് ചിലപ്പോൾ പതുക്കെ സംസാരിക്കാനാവും ഇഷ്ടം. തായ്ലൻഡുകാർക്ക് ഇന്ത്യക്കാരെ പറ്റിയ അഭിപ്രായമാണ് ഇയാൾ പറയുന്നത്. ഇന്ത്യക്കാർ തായ്ലൻഡ് പോകുമ്പോൾ തായ്ലൻഡുകാർക്കുള്ള അഭിപ്രായമാണ് ഇയാൾ പറയുന്നത്. അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കുള്ള അഭിപ്രായമല്ല ഇയാൾ പറയുന്നത്. ഇന്ത്യക്കാർ മൊത്തം ഇങ്ങനെ പറയുന്നു അല്ല ഇയാൾ പറയുന്നത്. ഇന്ത്യക്കാർക്ക് ഇപ്പോൾ സ്വിമ്മിംഗ് പൂൾ കൊടുക്കുന്നില്ല എന്ന്. കാരണം അതുപോലെ വൃത്തികേടാക്കിയിട്ടാണ് പോകും. അങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങളാണ്. പിന്നെ എല്ലാവരോടും വഴക്കുണ്ടാക്കും. ഒന്നാമത് എപ്പോഴും രാവിലെ കള്ളു കുടിക്കും. നമ്മൾ ഈ പുരുഷന്മാരുടെ ഒരു പ്രശ്നമാണ് ഇന്ത്യയിൽ നിന്ന് പോകുന്നവർ. ഇത് ഇദ്ദേഹം പറഞ്ഞത് വളരെ പോയിന്റുള്ള കാര്യമാണ്. അതെല്ലാവരും മനസ്സിലാക്കും. നമ്മളെ ഇന്ത്യക്കാർ പുറത്ത് രാജ്യത്ത് പോയാൽ കള്ള് കുടിക്കും. അത് ഇന്ത്യക്കാരും കുടിക്കും, പുറത്ത് രാജ്യക്കാരും കുടിക്കും. പക്ഷെ ഇന്ത്യക്കാരെ കുടിച്ചാൽ പെണ്ണുങ്ങളെ മേത്തേക്ക് കയറും. അവിടെ പോയി സ്വിമ്മിംഗ് പൂളിൽ തൂറി മേക്കിടും. 2 കാര്യം ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ബ്രസീലിൽ നിന്ന് നമ്മളെ ഒരു പെണ്ണ് വന്ന്, പക്ഷേ ഓൾക്കൊന്നും പറ്റിയിട്ടൊന്നും ചെറിയ പരുക്കമുള്ളൂ. രണ്ടാമത്തെ കൊൽക്കത്ത ഇഷ്യൂ കുടിച്ചിട്ട് പെണ്ണിൻ്റെ മേത്ത് കയറി. പക്ഷേ ബൈജു നായർ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ ഇന്ത്യക്കാരും അങ്ങനെയല്ല. ഉദാഹരണത്തിന് നമ്മൾ സ്വന്തം ഇന്ത്യ രാജ്യത്ത് കുടിക്കില്ല, വലിക്കില്ല, ലഹരി ഉപയോഗിക്കില്ല. അങ്ങനത്തെ ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട്. ഈ വീഡിയോൻ്റെ അടിയിൽ കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ട്. അത് ഞാൻ വായിക്കില്ല, ഞാൻ കാണിച്ചു തരാം. എല്ലാവരും മനസ്സിലാക്കണം, തായ്ലൻഡ് വ്യക്തിനെ കുറിച്ചിട്ടല്ല ഇയാൾ പറയുന്നത്. ഇന്ത്യക്കാർ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയാൽ പല തോന്നിവാസങ്ങൾ ചെയ്യുന്നുണ്ട്. അതാണ് ഇയാൾ പറയുന്നത്. ഞങ്ങളിവിടെ ചോറും മീനൊക്കെ കഴിക്കില്ലേ, അതുപോലെ അവരുടെ ഭക്ഷണമാണത്. അവർക്ക് പ്രശ്നമില്ല. അദ്ദേഹം ഒരാശയം പറഞ്ഞു, അതിന് അദ്ദേഹത്തെ ഓഡിഷ്യം ചെയ്യരുത്. കള്ള് കുടിക്കാത്തവരും പ്രശ്നങ്ങൾ ഉണ്ടാത്തവരും നമ്മുടെ ഇന്ത്യയിലില്ലേ. അപ്പം അതൊന്നും ഇന്ത്യക്കാരല്ല.